ഒരു സ്കൂളിനകത്ത് തീരേണ്ട വിഷയമായിരുന്നു പള്ളുരുത്തി സെയിന്റ് റീതാസിലെ ഹിജാബ് വിവാദം. അത് ആ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി ആളി കത്തിച്ചവർക്ക് ഇനി കാര്യങ്ങൾ എളുപ്പമാണ്. പക്ഷേ ഇനി അതിന് ഈ നാട് കൊടുക്കേണ്ടി വരുന്ന വില ചെറുതായിരിക്കില്ല. സ്കൂളിലെ യൂണിഫോമിൽ ഹിജാബ് വിലക്കുന്നത് ഇസ്ലാമോഫോബിയയാണോ? ഏത് സ്ഥാപനത്തിലും നിയമങ്ങളും ബൈലോയും പാലിക്കുമെന്ന് തലകുലുക്കി അതിന്റെ ഭാഗമാകുന്നവർ പിന്നീട് ഭരണഘടനയെ കൂട്ടുപിടിച്ച് ആ പേരിൽ അത് ചോദ്യം ചെയ്യുന്നത് അംഗീകരിക്കേണ്ടതാണോ? സ്കൂളിലെ യൂണിഫോം അനുശാസിക്കുന്നത് അനുസരിക്കുമെന്ന് കുട്ടിയുടെ രക്ഷിതാക്കൾ നിലപാടെടുത്തതോടെ ഇന്നലെ സമവായത്തിലെത്തിയ വിഷയം വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവനയോടെ മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു. ആരാണ് അതിന്റെ ഫലം കൊയ്യുന്നത്? കേരളം ഇന്ന് ഹിജാബ് വിഷയം ചർച്ച ചെയ്യുന്നത് ഇതുവരെ ചർച്ച ചെയ്യാത്ത മറ്റൊരു കോണിൽ കൂടിയാണ്. ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ സ്കൂളുകളിൽ ഇനി മുസ്ലിം സമുദായത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വിടരുത് എന്ന ചർച്ച സജീവമായി നടക്കുകയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ ഒരു വിഭാഗം ഗ്രൂപ്പുകളിൽ. ക്രൈസ്തവരുടെ സ്കൂളുകളിലും മുസ്ലിം സമുദായത്തിലുള്ളവർ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളുകളിലും ഹിന്ദു കുട്ടികൾ ഹിന്ദു മാനേജ്മെന്റ് സ്കൂളുകളിലും പഠിച്ചാൽ മതിയെന്ന് തീരുമാനമെടുത്തു തുടങ്ങിയാൽ ഈ നാട് എങ്ങോട്ട് മുന്നോട്ടു പോകും? എല്ലാ സ്കൂളുകളിലും ഹിജാബ് അനുവദിക്കണമെന്ന് സർക്കുലർ ഇറക്കണമെന്ന് ആവശ്യപ്പെട്ട് SDPI രംഗത്ത് വരുമ്പോൾ ഹിജാബ് വിവാദത്തിന് പിറകിൽ ചില ശക്തികളുണ്ടെന്ന സ്കൂൾ വാദം എങ്ങനെ കണ്ണടച്ച് തള്ളാൻ പറ്റും? ഭരണഘടന മതസ്വാതന്ത്ര്യം മാത്രമല്ല മതേതരത്വവും അനുശാസിക്കുന്നുണ്ടെന്ന് അറിയാത്തവരാണ് വിവാദങ്ങൾക്ക് പിന്നിൽ. സെക്യുലറിസമല്ല മതാചാരവും ആചാര ലംഘനങ്ങളുമാണ് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് ഈ നാടിനെ കൊണ്ടുപോയതിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചെറുതല്ലാത്ത പങ്കുണ്ട്. ഇപ്പോഴും പരിഹാരമില്ലാതെ തുടർന്ന ഹിജാബിലെ ശരിക്കും അജണ്ട എന്താണ്? അത് ആരുടേതാണ്?